അങ്ങനെ നമ്മുടെ നാടിനെക്കുറിച്ച് എന്തെങ്കിലും പറയാതെ പോയി കഴിഞ്ഞാൽ അതൊരു പോരായ്മ ആയിപ്പോവും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു തുടി കൂടെ പറയുകയാണ്. ഇവിടെ പ്രാചീനമായിട്ടുള്ള 3 കുടികൾ എന്നാണ് പറയുന്നത്, ജാതിയല്ല, കുടികൾ ഇങ്ങനെ പറയാൻ പറ്റും. കുടി വേറെയാണ്, ജാതി വേറെ. അപ്പോൾ 3 കുടികൾ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കൊന്നും അറിയത്തില്ല, നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ ആണവർ. കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെയാണ് അതെല്ലാം ഉണ്ടായിരുന്നത്. ഒന്ന് പറയരഴികൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മുടെ നാടിനെക്കുറിച്ച് കൂടി അറിയണം നമ്മുടെ ഭഗവാനെ സ്മരിക്കുമ്പോൾ. അദ്ദേഹത്തിനെ വിളിച്ചത് നാദ പെരും പുറയനെ എന്നാണ് വിളിച്ചത്. മനസ്സിലായോ? അപ്പോൾ അതെന്താണെന്ന് എല്ലാ ഭക്തരും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ പറയരഴികൾ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടായിരുന്നു, പുലയരഴികൾ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു, കുറവരഴികൾ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു നമ്മുടെ ഈ ക്ഷേത്രം ഇരിക്കുന്ന ഈ പരിധിക്കുള്ളിൽ. അപ്പോൾ ഇവരൊക്കെ ആരാധിച്ചിരുന്ന ഓരോ ദേവതകളുണ്ട്. ഉദാഹരണത്തിന് മൂർത്തി എന്ന് പറയുന്ന ഭഗവാന്റെ ശിവന്റെ ഒരു രൂപത്തെയാണ് ഈ പറയുന്ന പറയർ ആരാധിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ പറയരഴിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ കാവും, അവിടെ വലിയൊരു ശംഖും, അവിടെ വലിയ പ്രത്യേക തരത്തിലുള്ള ജാറകളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഇവിടെ അടുത്ത് കുട്ടപ്പൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ സുഹൃത്താണ്. അവരൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളത്. അതെൻ്റെ അടുത്ത് ഒരു ദിവസം എന്നോടിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇവിടെ ഒരു ഈ പറയുന്ന പറയർ സമുദായത്തിൽപ്പെട്ടവരെ വച്ച് ആരാധിച്ചിരുന്ന മൂർത്തിയുണ്ട്. ആ മൂർത്തിയും ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ ശിവശങ്കരനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് രണ്ടും ഒന്നാണ്. കാരണം ഈ ശിവക്ഷേത്രം എവിടെയുണ്ടോ അവിടെ ആരുണ്ട്? പറയരും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ തൊട്ടടുത്ത് വാക്കനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വാക്കനാട് ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രം ഇരിക്കുന്ന വാക്കനാടിൻ്റെ യഥാർത്ഥ പേര് പാക്കൻ നാടെന്നാണ്. പാക്കനാർമാർ, ധാരാളം പാക്കനാർമാരുണ്ട് അവിടെ. ഒരുപാട് പേര് അവിടെ താമസമുണ്ട്. ഇതുപോലെ നമ്മൾ ചടയമംഗലം പോയാലും ഈ ഒരു വിശേഷം കാണാൻ പറ്റും. അവിടെയുണ്ട് ആ ശിവക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതും ഈ സംഗതിയും എൻ്റെ ഗുരുനാഥൻ ഈ പറഞ്ഞ തിരുമന്ത്രം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതും തമ്മിൽ ഞാൻ താരതമ്യം ചെയ്തു നോക്കിയപ്പോൾ ഈ ശിവഭക്തന്മാരായിട്ടുള്ള ആദ്യ ഭക്തന്മാരായിരുന്നു ഈ പറയുന്ന പറയർ എന്ന് പറയുന്ന സമുദായം. അതിൻ്റെ പേര് ശരിക്ക് പൊറൈ അയ്യർ എന്നാണ്. പൊറൈ അയ്യർ. അയ്യർ സമുദായത്തിൽ ഒരു വിഭാഗം തന്നെ ഉണ്ട് അങ്ങനെ ശിവഭക്തന്മാർ. അയ്യങ്കാറിലുമുണ്ട് ശിവഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ. അത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പം അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികൾ അവരിവിടെ താമസം ഉണ്ടായിരുന്നു. ഇനി അടുത്തത് തൊട്ടടുത്ത് പുലയർ താമസം ഉണ്ടായിരുന്നു. അതാണ് പുലയരഴിക. ഇവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് താമസിച്ചിരുന്ന ആൾക്കാരാണ്. ഇവരുടെ ബേസ് കിടക്കുന്നത് തമിഴ്നാടാണ്. അവർ ഉഴവർ എന്ന് പറഞ്ഞ മുമ്പേ പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിലാണ് പെടുന്നത്. അവരുടെ ദേവത എന്ന് പറഞ്ഞാൽ കൊറ്റവൈ. ആ കൊറ്റവൈ ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളിയുടെ മറ്റൊരു രൂപം. അങ്ങനെ കൊറ്റവൈ ആരാധിക്കുന്നവരും ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോഴും നമ്മുടെ ഈ പ്രദേശത്തെ വള്ളുവന്തറ ഭാഗങ്ങളിലോട്ടും അങ്ങ് ചാലക്കര ഭാഗങ്ങളിലോട്ടും ഒക്കെ പോയത്. നമുക്ക് ഈ നാടിനെ കുറിച്ചൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ്. പിന്നീട് അടുത്തതാണ് കുറവർ അഴികൾ. കുറവരുടെ ദേവത തന്നെ മുരുകനാണ്. കാരണം അവര് ഈ മലമുകളിൽ കുറിഞ്ചി തിണക്കാനാണ്. കുറിഞ്ചി തിണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൽ ടോപ്പാണ്. അവിടാണ് എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളും നോക്കുക, എല്ലാം മലമുകളിലായിരുന്നു. അതിന് കുറി, കുണ്ട്രം, കുറിച്ചി ഇങ്ങനെ വിവിധ പേരുകളിലാണ് ആ മുരുകൻ ക്ഷേത്രങ്ങളെല്ലാം അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ അടിസ്ഥാന ദേവത ഈ പറയുന്ന മുരുകനാണ്. പിന്നീട് അവർ വെച്ച് ആരാധിക്കുന്നതാണ് അപ്പൂപ്പൻ സങ്കല്പം. അപ്പൂപ്പൻ ഒരുപക്ഷെ ശിവനെ തന്നെയായിരിക്കും അവർ ആരാധിക്കുന്നത്. എങ്കിലും അവർക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്?
മുരുകനെയാണ്. മുരുകൻ, അതാണ് ആടിവാം മുരുക എന്ന ആദ്യത്തെ ഒരു പാട്ട് പാടി. ആ പാട്ടിൽ ആ മുരുക എന്ന സംബോധന ചെയ്യുന്നത് സുബ്രഹ്മണ്യ എന്നല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പുറനാനൂറ്, അകനാനൂറ് അതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കണം. 10 പത്തുപ്പാട്ട്, കുറുന്തൊകൈ, ഇങ്ങനെയുള്ള പ്രാചീന തമിഴ് ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ നാടിനെ അറിയുന്നത്, നമ്മൾ ആരായിരുന്നു എന്നറിയുന്നത്. നമ്മൾ പരസ്പരം ഈ ഇരിക്കുന്നവരെല്ലാം സഹോദരങ്ങളാണ്. അത് ഏതാണ്ട് ഒരു 10,000-4,000-5,000 വർഷം മുമ്പ് നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമ്മളെല്ലാം ബന്ധുക്കളായിരിക്കുന്നത്. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. മനസ്സിലായില്ലേ? ഇത് വടക്ക് നിന്നും ബ്രാഹ്മണർ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ജാതി എന്ന് പറയുന്ന സിസ്റ്റം. ജാതി സമുദായത്തെ അടിസ്ഥാനമാക്കിയാണ്. കുടിയാണെങ്കിൽ അങ്ങനെയല്ല. ഇതാണ് രണ്ട് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം, ജാതിയും കുടിയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ കുറവർ എഴുത്തുകാര് ഇതുപോലെ അപ്പൂപ്പൻ സങ്കല്പത്തിൽ ഇവിടെ ആരാധിച്ചിരുന്നു. ഇന്നും ഈ പറയുന്ന പറയരഴികൻ, കുലേരഴികൻ, കുറവരഴികൻ എന്ന് പറയുന്ന 3 അഴികങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ സത്യസന്ധമായ ഒരു കാര്യമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ അവർക്കെല്ലാം ആരുമായിട്ട് ബന്ധമുണ്ട്? ഈ ഇരിക്കുന്ന ശിവപെരുമാനുമായിട്ട് ബന്ധമുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു പ്രത്യേക ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ഇവരെ വിളിച്ച് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കുറച്ച് ഭക്ഷണം, വലിയ ചിലവുള്ള കാര്യമല്ല. ഒരു വസ്ത്രം കൊടുക്കുക, ഒരു ദക്ഷിണ കൊടുക്കുക. 1 രൂപ തൊട്ടായിക്കോട്ടെ, ഒരു ദക്ഷിണ കൊടുക്കുക. കാരണം അവർ ഇവിടുത്തെ പൂർവ്വപിതാക്കളാണ്. ഇവിടെ എന്നോട് പലരും പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ പലപ്പോഴും യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ ഈ പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അലോരസമുണ്ട്. അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ അലോരസം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ പറയുന്ന പൂർവ്വപിതാക്കളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് ഇവിടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവരൊഴിഞ്ഞു നിൽക്കുമ്പോൾ അവർ വന്ന് നോക്കി നിൽക്കും. എന്നെ വിളിക്കുന്നുണ്ടോ? ഇല്ല. എന്നെ വിളിക്കുന്നില്ലല്ലോ, ഞാൻ പോകും. അങ്ങനെ അവർ പോകും. അതാണ് ഈ പറയുന്ന യജ്ഞവും യാഗവും ഒക്കെ അവസാനിക്കുമ്പോൾ ഇവിടെ ദുർനിമിത്തങ്ങൾ കാണുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒന്ന് ചുമ്മാ ഒരു 4 വർഷത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി, അറിയാൻ പറ്റുമോ ശരിയാണ്. അപ്പം അത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിൽ കുറച്ച് ദിവസമായിട്ട് ആരോടെങ്കിലും പറയണമെന്ന് ഇങ്ങനെ തോന്നി. അപ്പോൾ ഈ വിശേഷപ്പെട്ട സദസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് പറയാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആയിരിക്കുന്ന ശിവപെരുമാനായിരിക്കും എന്നോട് പറഞ്ഞത്, നീ അവിടെ പോയിരുന്ന ഇതൊന്ന് പറഞ്ഞേക്കും, ആരെങ്കിലും 2 പേര് കേൾക്കട്ടെ. ആ 2 പേരെ ഒരു 10 പേര് കേട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് തോന്നും അത് ശരിയാണ്, അയാൾ വേണമെങ്കിൽ ചെയ്യട്ടെ. മനസ്സിലായി? അപ്പോൾ എനിക്ക് നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിതിലൊരു കാര്യമില്ല. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു, ഇങ്ങനെ ഒരു ചരിത്രം ഈ ഭൂമിക്കുണ്ട്. ഇവിടെ അടുത്തടുത്തുള്ള കാവുകളുമായിട്ട് ബന്ധപ്പെട്ടും ഈ ചരിത്രത്തിന് ബന്ധമുണ്ട്. അപ്പൊ ഈ മനുഷ്യരെ ആ സമയത്ത് എന്തെങ്കിലും കൊടുത്താൽ മതി. എന്താ പറഞ്ഞത്? ഒരു വസ്ത്രം കൊടുക്കുക, അല്പം അന്നം കൊടുക്കുക, എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കുക. അതാവുമ്പോൾ ഈ യാഗവും യജ്ഞവും ഒക്കെ എന്ത് ചെയ്യും? സമ്പൂർണമായി തീരും. അപ്പൊ അത് ഞാൻ പറഞ്ഞു. ഇനി എല്ലാം ചെയ്യുന്നത് എഴുതിക്കാരാണ്, ശ്രോതാക്കൾ, കേട്ടവർ. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. എൻ്റെ മനസ്സിൽ ഇത് തോന്നിച്ചു, ഞാനിത് നിങ്ങളോട് തുറന്നു പറഞ്ഞു. അത്രമാത്രം കണക്കാക്കിയാൽ മതി. ബാക്കിയെല്ലാം വരുന്നവർ. അപ്പോൾ നമുക്ക് ഭഗവാൻ ശിവശങ്കരൻ്റെ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ഈ ഒരു കുഞ്ഞു പ്രഭാഷണവും നമ്മുടെ ചരിത്രങ്ങളൊക്കെ അന്യോന്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മളൊക്കെ ഇപ്പോൾ കൂട്ടുകാരായി ഇങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വളരെ സന്തോഷമായി. അപ്പോൾ ഒരു വിജ്ഞാനം, ഒരു അറിവ് എൻ്റെ കയ്യിൽ ഇരുന്നത് പകർന്നു തന്നു. ആ പകർന്നു തന്ന അറിവ് എടുക്കാവുന്നതാണെങ്കിൽ എടുക്കാം, തള്ളാവുന്നതാണെങ്കിൽ തള്ളിക്കളഞ്ഞിടണം, ഒരു അംശം വേണം. അപ്പോൾ നമുക്ക്
ഭഗവാൻ ശിവശങ്കരനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈ ഉച്ച പ്രഭാഷണവും സംഗീത അർച്ചനയും ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഭഗവാനോട് നമ്മളെല്ലാ കാര്യവും പറഞ്ഞു, ഭഗവാൻ ഇഷ്ടമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഭഗവാൻ പറയണമെന്ന് വിചാരിച്ച കുറേ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും നന്മ വരണം എന്ന് കരുതിയിട്ടാണ് എല്ലാവരും ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുക എന്നുള്ള കാര്യമാണ്. ഈ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ അവരൊക്കെ വളരെ വിശാല ഹൃദയരാണ്. അവരൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഞാൻ അറിഞ്ഞ ഈ പ്രദേശത്തോടുകൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കുഞ്ഞുനാൾ മുതൽ നടന്നിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, അവരുടെ നല്ല മനസ്സ്, അവരോട് എല്ലാ വിധത്തിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ വിശേഷപ്പെട്ട ഭഗവാന്റെ ലീലകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ ലീലകളെല്ലാം ശ്രവിക്കുകയും ഭക്തിയോടുകൂടി അതൊക്കെ മനസ്സിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള നമ്മുടെ ശ്രോതാക്കൾ, അവർക്കും നന്ദി പറയുന്നു. എൻ്റെയും എൻ്റെ സംഘത്തിൻ്റെയും നന്ദി അറിയിക്കുകയാണ്. അടുത്ത ഒരു ഗാനത്തോടുകൂടി നമ്മുടെ ഈ കൊച്ചു സംഗീത പരിപാടിയും അതുപോലെ തന്നെ ഈ ഒരു പ്രഭാഷണവും ഇവിടെ അവസാനിക്കുന്നു. മഹാദേവ മനോഹര.
ദയാപര പള്ളിമൺദേശമണർന്നുകൊണ്ട് ഭക്തരെ പോറ്റും ദയാകര ശിവപെരുമാനേ മംഗളം പാർവതീ ദേവിക്ക് മംഗളം ഗണപതി ഭഗവാനും വിഷ്ണു ഭഗവാനും ദൈവങ്ങൾക്കും പിതൃക്കൾക്കും ദേശവാസികൾക്കും മംഗളം 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 ശിവായ പഴമൺ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോട് അനുബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ആധ്യാത്മിക പ്രഭാഷണവും സംഗീതാർച്ചനയും നടത്തിയ ശ്രീമാൻ ബെൻസിദർ പള്ളിമൺ റിട്ടയർഡ് അധ്യാപകൻ അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും ഉത്സവ കമ്മിറ്റിയുടെ പേരിലും വിശിഷ്യ അതിൽ പങ്കെടുത്ത കുട്ടികൾക്കും കലാസ്നേഹികളായ നാട്ടുകാരുടെ പേരിലും ഉത്സവ കമ്മിറ്റിയുടെ പേരിലും ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ശ്രീമാൻ ബെൻസിദർ അവരുടെ പൊന്നാട അണിയിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീമാൻ വിനീതിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി രാഗി വിശ്വനാഥിനെ പൊന്നാട അണിയിക്കുന്നു. അടുത്തതായി യാദവിനെ പൊന്നാട അണിയിക്കുന്നു. അടുത്തതായി ഉണ്ണി മൈനാടിനെ പൊന്നാട അണിയിക്കുന്നു. ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ